ഹലോ, നല്ല അഫോർഡബിൾ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു നോ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്താലോ? അപ്പോൾ വായോ. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പ്രൈമർ മാസിൻ്റെ ഈ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇതൊരു സ്ട്രോപ്പ് ക്രീമും കൂടിയാണ്, അതുകൊണ്ട് തന്നെ ഫേസിൽ നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു കളർ കറക്റ്റർ യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ ഈ ഒരു കൺസീലർ പാലറ്റാണ് കേട്ടോ. ഇതിൽ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ എൻ്റെ ഫേസ് ഇപ്പോൾ അത്യാവശ്യം ഒരു ഈ അൺഈവൻ ടൂണാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്തൊരു ഈവൻ ടൂണാക്കുക. മാത്രമല്ല അത്യാവശ്യം പിഗ്മെൻറ്റേഷനും ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് യൂസ് ചെയ്തത്. നെക്സ്റ്റ് വരുന്നത് കൺസീലറാണ്. ഇവിടെ സിസ് ബ്യൂട്ടിയുടെ ലിക്വിഡ് കൺസീലറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 04 ആണ് ഷെയ്ഡ് വരുന്നത്. മീഡിയം ബീജാണ് കേട്ടോ. അപ്പോൾ എവിടെയാണോ ഹൈലൈറ്റ് ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ കൺസീലർ ചെയ്യുന്നത്. ഞാൻ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഫേസ് ലിഫ്റ്റ് ചെയ്താണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത്, കാരണം എൻ്റെ ഫേസ് കുറച്ച് ചബ്ബിയാണ്. പിന്നെ നമ്മൾ അടുത്ത് ചൂസ് ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷനാണ് എൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷനാണ് കേട്ടോ. മെബിലിൻ്റെ 220 ആണ് ഷെയ്ഡ് വന്നിട്ട്. എൻ്റെ സ്കിന്നിന് ഇത് മാച്ചാണ് കേട്ടോ. പിന്നെ കുറച്ചുകൂടെ അഫോർഡബിൾ നോക്കുകയാണെങ്കിൽ മാസിൻ്റെ ഫൗണ്ടേഷൻ നല്ലതാണ്. മാസിൻ്റെ സിസ് ബ്യൂട്ടിയുടെ അത്യാവശ്യം അഫോർഡബിൾ റേഞ്ചുമാണ്, പ്രോഡക്റ്റ് എല്ലാം നല്ലതുമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മതി ഈ ഒരു ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് വന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. ഇപ്പോൾ അത്യാവശ്യം ഷെയ്ഡ് ലൈറ്ററായിട്ട് തോന്നും, പക്ഷേ അത് ഓക്സിഡൈസ് ആയിക്കോളും. അപ്പം കുറച്ച് കഴിയുമ്പോൾ ആ ഷെയ്ഡൊന്ന് ഡൗൺ ആയിക്കോളും കേട്ടോ. പിന്നെ ഞാൻ കോണ്ടോർ ചെയ്തിരിക്കുന്നത് നേരത്തെ കണ്ട ആ ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ തന്നെ വേറൊരു പാലറ്റ്, അതിൽ ആ ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഞാൻ കോണ്ടോറിങ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ഫേസ് നല്ല ചബ്ബിയാണ്, അപ്പോൾ എനിക്ക് അത്യാവശ്യം കോണ്ടോറിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു സൈഡ് കാണിച്ചിരും കോണ്ടോറിങ് ചെയ്തിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന്. കണ്ടില്ലേ, ഈ ഒരു സൈഡ് ഇത്തിരി ഒതുങ്ങി മറ്റേ സൈഡ് ചബ്ബിയായിട്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതാണ് ഒരു ഡിഫറൻസ് വരുന്നത്. പിന്നെ വന്നിട്ട് ബ്ലഷ് ഞാൻ സിസ് ബ്യൂട്ടിയുടെയാണ്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനത് മിക്സ് ചെയ്യുന്നത് സിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു പ്രൈമർ, ലിക്വിഡ് പ്രൈമറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഗ്ലോ എഫക്റ്റ് കിട്ടും, ഒരു ഗ്ലാസി ഒരു ലുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ അവിടെയും നമുക്ക് നന്നായിട്ട് ചീക്ക് സൈഡിലൊക്കെയാണ് അത് എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. പിന്നെ ഞാനിവിടെ ഹൈലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന PSC ആണ്. കുറച്ചുകൂടെ അഫോർഡബിൾ നോക്കുകയാണെങ്കിൽ ഇൻസൈറ്റിൻ്റെ ഉണ്ട്. അപ്പോൾ ഞാൻ മുൻപ് ഇൻസൈറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെൻ്റെ ഇപ്പോൾ മിസ്സായി, അതുകൊണ്ടാണ് ഇപ്പോൾ PSC യൂസ് ചെയ്തത്. ഇതും നല്ല റിസൾട്ടാണ്. പിന്നെ അത് കുറച്ചുകൂടെ ലിക്വിഡാണ്. അപ്പം നമുക്ക് ഈ ബ്രഷ് യൂസ് ചെയ്യേണ്ട കൈ വെച്ച് തന്നെ ആ ഒരു ചിക്ക് ബോണിലുണ്ടല്ലോ അവിടെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ ഞാൻ ഐസിൽ ഞാനൊരു ലിപ് ലൈനറാണ് കേട്ടോ യൂസ് ചെയ്തത്. ഞാൻ ഐഷാഡോ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു മാസിൻ്റെ ഐഷാഡോ പാലറ്റ് സെക്കൻഡ് ഷെയ്ഡിൻ്റെ ആ ഒരു ഷിമ്മറാണ് കേട്ടോ. ലൈറ്റായിട്ട് കൊടുത്തിട്ടുള്ളൂ, കാരണം ഒരു നോ മേക്കപ്പ് ലുക്കാണല്ലോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഐലൈനറും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ വന്നിട്ട് ഐബ്രോ ഞാൻ ക്ലിയർ ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അത് നമ്മുടെ ആ ഒരു ഐബ്രോ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അഫോർഡബിളാണ്, PSCയുടെ ആണ് കേട്ടോ. ഇത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് വെച്ച് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്യുന്നത് നമ്മൾ എടുത്തിട്ടില്ല, ജസ്റ്റ് എക്സ്ട്രീം പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്യുന്നേ ഉള്ളൂ. അത് ഒന്ന് ചെറിയൊരു ഫിനിഷിങ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ലിപ്പാണ്. ലിപ്പ് ഞാൻ സിസ് ബ്യൂട്ടിയുടെ തന്നെ സാൻഡി പിങ്ക് എന്ന് പറഞ്ഞ ഷെയ്ഡ് വെച്ച് ജസ്റ്റ് ആദ്യം ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട്, കാരണം ലിപ്പിൽ അത്യാവശ്യം ചുളിവുകളുണ്ട്. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ ഷെയ്ഡിൻ്റെ ആണ്, അത് വെച്ചൊന്ന് ലൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബ്രാൻഡിൻ്റെ ലിപ്പ് ലൈനറിന് 69 ആണ് കേട്ടോ റേഞ്ച് വരുന്നത്. അത്യാവശ്യം ലാസ്റ്റും ചെയ്യും. മാസം ഈ ഒരു റേഞ്ച് ആണെങ്കിലും അത് പക്ഷേ പെട്ടെന്ന് പോകും കേട്ടോ. പക്ഷേ അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും. പിന്നെ വന്നിട്ട് സിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു ഫിക്സറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ അതിന് ശേഷമാണ് കേട്ടോ മസ്കാര കൊടുത്തിട്ടുണ്ടെന്ന്. അതും മാസിൻ്റെ ആണ്. ഒരു 18 hours സ്റ്റേ ചെയ്യുന്ന ഒരു മസ്കാരാണ് കേട്ടോ. നന്നായിട്ട് കോംബ് ചെയ്താൽ നല്ലപോലെ ലാഷ് വോളിയം തോന്നും. അങ്ങനത്തെ ഒരു ഇതാണ്. നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവില്ല, കാരണം ഒരു ഐസിന് ഞാൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലേ, ഐസ് ഭയങ്കര ഷാർപ്പായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ മേക്കപ്പ് ചെയ്തെന്ന് തോന്നുകയും ചെയ്ത്, എന്നാൽ ഒരു ഗ്ലോയും വേണം, അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണും വരെ ബൈ.